മുംബൈ ഗോവ ഹൈവേ ഏറെ പ്രതീക്ഷയോടെ ഏറെ കാലമായി കാത്തിരിക്കുന്ന പദ്ധതിയാണ്. ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി നടത്തിയിരിക്കുകയാണ്. പദ്ധതി 2025 ജൂണിൽ പൂർത്തിയാകും. പുതിയ പാത മുംബൈയിൽ നിന്ന് ഗോവയിലേക്കുള്ള യാത്രാസമയം വെറും 6 മണിക്കൂറായി കുറയ്ക്കും. നിലവിൽ 10 മുതൽ 12 മണിക്കൂർ വരെ സമയമെടുത്താണ് മുംബൈയിൽ നിന്നും ഗോവയിലേക്ക് റോഡ് മാർഗം എത്താനാകുക. ഈ പദ്ധതിയുടെ കാലതാമസത്തിന് കാരണങ്ങൾ പലതാണ്. ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങൾ, നിയമപരമായ വെല്ലുവിളികൾ, വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം എന്നിവയാണ് കാരണം. ഈ തടസ്സങ്ങളെല്ലാം പരിഹരിച്ചാണ് നിർമ്മാണം ഇപ്പോൾ വേഗത്തിൽ പുരോഗമിക്കുന്നതെന്ന് നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പല തർക്കങ്ങളും, കോടതികളിൽ കേസുകളും, ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ അനന്തമായ സങ്കീർണതകളും ഉണ്ടായിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഹൈവേ പൂർത്തിയാകുന്നതോടെ യാത്രാസമയം കുറയും, കൊങ്കൺ മേഖലയിലെ വികസനത്തിന് ആക്കം കൂട്ടും. ഇന്ത്യയുടെ റോഡ് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാവിയിൽ ആത്മവിശ്വാസമുണ്ടെന്നും ഗഡ്കരി പറഞ്ഞു. പതിവ് യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും ആശ്വാസം നൽകും. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്കയേക്കാൾ മികച്ചതായിരിക്കുമെന്ന് ഗഡ്കരി അവകാശപ്പെടുന്നു. ഒരു പുതിയ ടോൾ നയം അവതരിപ്പിക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. നിലവിലെ ടോൾ ബൂത്തുകൾ ഉടൻ തന്നെ ഉപഗ്രഹാധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനത്തിലേക്ക് മാറും. വാഹനങ്ങളുടെ ചലനങ്ങൾ ട്രാക്ക് ചെയ്ത് സഞ്ചരിച്ച ദൂരത്തെ അടിസ്ഥാനമാക്കി വാഹന ഉടമയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ടോൾ നിരക്കുകൾ സ്വയം പിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.